അഡീനിയം ചെടികൾ വെയിൽ നല്ലപോലെ ഇഷ്ടപ്പെടുന്നവയാണ്. ഡെസേർട്ട് റോസ് എന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. നല്ല മരുഭൂമിയിൽ വളരുന്നവയാണ് ഇവ. ഇവയ്ക്ക് വെള്ളം അധികം ആവശ്യമില്ല. മഴക്കാലത്ത് കൂടുതൽ വെള്ളം ഇവയ്ക്ക് വീണു കഴിഞ്ഞാൽ കോഡക്സൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മഴ കൊള്ളാതെ കോഡക്സൊക്കെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അഡീനിയം ചെടികളുടെ കോഡക്സും പിന്നെ എപ്പോഴും പൂക്കളുണ്ടാകുന്നതുകൊണ്ടുമാണ് അഡീനിയം ചെടികളെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. തുടർച്ചയായി മഴ പെയ്യുമ്പോൾ പോട്ടുകളിൽ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം. പറ്റുമെങ്കിൽ അഡീനിയം ചെടികളെ ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലേക്കോ കാർ പോർച്ചിലേക്കോ ഇതൊക്കെ മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ UV ഷീറ്റിട്ട് മുകളിൽ മഴ നനയാതെയുള്ള സംവിധാനം ചെയ്തു കൊടുക്കുക. മഴ നനയാതെ വയ്ക്കുമ്പോൾ അവിടെ നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. പ്ലാന്റ്സുകളൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് സ്പേസൊക്കെ ഇട്ട് വയ്ക്കുവാൻ ശ്രദ്ധിക്കണം. പ്ലാന്റ്സൊക്കെ തിങ്ങി നിറഞ്ഞിരുന്നാൽ അവിടെ കാറ്റും വെളിച്ചമൊക്കെ കുറഞ്ഞിരിക്കും. മുട്ടുകളൊക്കെ ഉണ്ടായി നിൽക്കുന്ന കുറച്ച് ചെടികളെ മാത്രമേ ഞാൻ ഷെയ്ഡിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ മഴയത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അവിടെയാണേലും ഇടയ്ക്കൊക്കെ വെയിൽ തെളിയുന്നതുകൊണ്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഇടയ്ക്കൊക്കെ മഴയും വെയിലും ഒക്കെ തെളിയുന്നതുകൊണ്ട് അധികം കേടൊന്നും ചെടികൾക്കില്ല. കാലാവസ്ഥയ്ക്ക് പെട്ടെന്ന് വ്യതിയാനം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മൊട്ടുകളൊക്കെ കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇലകൾ മഞ്ഞ നിറത്തിലാവുന്നതൊക്കെ സാധാരണ കണ്ടുവരുന്നവയാണ്. അതൊക്കെ നോർമലാണ്. സൈഡുകളിൽ മാറ്റി വയ്ക്കുന്ന ചെടികൾക്ക് ഇടയ്ക്ക് അതിൻ്റെ മണ്ണ് ഉണങ്ങുമ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. വെള്ളം കൊടുക്കാതിരുന്നാലും തണ്ടുകളൊക്കെ കോഡക്സൊക്കെ ചുരുങ്ങിപ്പോവും. തോരാതെയുള്ള മഴയത്താണ് കോഡക്സും തണ്ടുകളും ഒക്കെ ചെയ്യുന്ന രോഗങ്ങൾ വരുന്നത്. ഫംഗൽ ഇൻഫെക്ഷനും ഒക്കെ ഉണ്ടാകാം. മഴക്കാലത്താണ് മീലി ബഗ്സ് അതുപോലെയുള്ള കീടങ്ങളുടെ ആക്രമണവും കൂടുതലായി ഉണ്ടാകുന്നത്. ഇടയ്ക്കൊക്കെ സാഫോ എന്തെങ്കിലും ഫംഗിസൈഡൊക്കെ ഇവയ്ക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ്. ചെടികളുടെ ചൂട് ഭാഗം നല്ല വൃത്തിയായിട്ട് ഇരിക്കണം. ചെടികളുടെയും പൂക്കളുടെയൊക്കെ അവശിഷ്ടങ്ങൾ ചീഞ്ഞു കിടന്നാൽ ചെടി ഫംഗൽ ബാധ ഉണ്ടാകുവാൻ വളരെ സാധ്യതയുണ്ട്. മഴക്കാലത്ത് ഗ്രാഫ്റ്റിംഗ് ഒക്കെ പിടിച്ചു കിട്ടുവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മഴക്കാലത്ത് ഗ്രാഫ്റ്റിംഗ് ഒഴിവാക്കാം. അതേപോലെ തന്നെ റീപോട്ടിങ്ങും പ്രൂണിങ്ങും ഒക്കെ മഴക്കാലത്ത് ഒഴിവാക്കണം. എന്നാൽ കോഡക്സ് ചീയുകയോ വേരുകൾ നശിക്കുകയോ ചെടി നശിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്താൽ ഉടനെ അത് ചട്ടിയിൽ നിന്നും മാറ്റി കേടുവന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റി അവിടെ സാഫ് പുരട്ടുക. പിന്നീട് അത് എവിടെയെങ്കിലും ഉണങ്ങാനായി വയ്ക്കുക. കെട്ടി തൂക്കിയിടുകയാണ് ഉത്തമം. നന്നായി ഉണങ്ങിയതിന് ശേഷം ഇത് റീപോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. തണ്ടുകളൊക്കെ ചീഞ്ഞു പോവുകയാണെങ്കിൽ ആ ഭാഗം പ്രൂൺ ചെയ്ത ശേഷം സാഫ് പുരട്ടി കൊടുക്കാം. പിന്നീട് അത് മഴ നനയാത്ത ഭാഗത്തേക്ക് മാറ്റി വയ്ക്കണം. കാലത്ത് പ്രൂണിങ് ചെയ്യുകയോ റീപോട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നാൽ അത് മഴ നനയാത്ത ഭാഗത്തേക്ക് മാറ്റി വയ്ക്കണം. നല്ല കുറച്ചൊക്കെ വെയിൽ തെളിച്ചമൊക്കെ കിട്ടുന്ന സ്ഥലത്തേക്ക് വേണം മാറ്റി വയ്ക്കുവാൻ. മഴക്കാലത്ത് നൈട്രജൻ കലർന്ന വളങ്ങളൊക്കെ ഒഴിവാക്കാം. ദ്രാവക രൂപത്തിലുള്ള വളങ്ങളൊന്നും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കരുത്. ഇലകളിൽ സ്പ്രേ ചെയ്ത് മാത്രം കൊടുക്കുക. മഴക്കാലമാണെങ്കിലും ഇടയ്ക്കൊക്കെ വെയിൽ തെളിയുമ്പോൾ ചെടികളിൽ പൂക്കളും മൊട്ടുകളും ഉണ്ടാകാറുണ്ട്. ഞാൻ അഡീനിയം ചെടികളെയൊക്കെ മഴയത്തൊന്നും മാറ്റി വയ്ക്കുന്നത് അതിൽ പൂക്കളും മൊട്ടുകളും ഒക്കെ കൊഴിയാതെ വിരിയാൻ വേണ്ടിയാണ്. മഴയില്ലാതെ കുറച്ചൊക്കെ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ അഡീനിയം ചെടികളിൽ മഴക്കാലത്തും പൂക്കളും മൊട്ടുകളും ഉണ്ടാവുകയും അതെല്ലാം വിരിയുകയും ചെയ്യും. മഴക്കാലത്തും അഡീനിയം ചെടികളിൽ പൂക്കൾ നിറഞ്ഞു നിൽക്കും.